വാങ്ങിച്ചു. പെട്ടെന്നായിരുന്നു ഒരു തകർച്ച, ഒരു ഡൗൺഫാൾ. മേലെ നിന്ന് താഴേക്കൊരു പതനം. എല്ലാ ബിസിനസ്സുകളും തെറ്റി, എല്ലാ കണക്കുകൂട്ടലുകളും അവസാനിച്ചു, എല്ലാ കാൽക്കുലേഷൻസും തെറ്റിപ്പോയി, തകർന്നു, തരിപ്പണമായി, കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക്. അള്ളാഹു അദ്ദേഹത്തിന്റെ തോട്ടം, ആ നൽകിയ അനുഗ്രഹം അള്ളാഹു അങ്ങ് പിടിച്ചു വാങ്ങിച്ചു. എൻ്റെ കൂട്ടുകാരൻ പറയുമായിരുന്നു, നിന്റെ സമ്പത്തിലേക്ക് കയറി ചെല്ലുമ്പോഴേ ഇതൊക്കെ എപ്പോഴും ഉണ്ടാകുന്നല്ലോ നീ പറയേണ്ടത്. വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നീ അതല്ലേ പറയേണ്ടത്. നിന്റെ രാജ്യത്തെ സമാധാനം കാണുമ്പോ, നിന്റെ മക്കള് പഠിച്ചു വലുതാകുന്നത് കാണുമ്പോ, നിന്റെ മക്കൾക്ക് നിനക്ക് കച്ചവടം, ജോലി, സമ്പാദ്യം, ആരോഗ്യം ഇതൊക്കെ അല്ലാഹു തന്നപ്പോഴേ, നിന്റെ കയ്യിൽ അല്ലാഹു കാശ് തന്നപ്പോഴേ ഖുൽത മാഷാ അല്ലാഹ്, ഇത് അല്ലാഹു ഉദ്ദേശിച്ചു, അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നു. എൻ്റെ മേന്മയല്ല ഇത്. മാഷാ അല്ലാഹ്, അല്ലാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നു. അതല്ലേ മാഷാ അല്ലാഹ് അർത്ഥം. അല്ലാഹു എന്ത് ഉദ്ദേശിച്ചു അത് നടക്കുന്നു. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു നൽകുന്ന കഴിവല്ലാതെ ഒരു കഴിവും എനിക്കില്ല കേട്ടോ. അല്ലാഹുവിന്റെ കയ്യിൽ തന്നത് എന്നല്ലേ നീ പറയേണ്ടത്. ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദാ. കുടുംബവും മക്കളും സമ്പാദ്യവും ഒക്കെ കുറഞ്ഞവനാണെന്ന് നീ എന്നെപ്പറ്റി കുറവ് പറയല്ലേ. ഫഅസാ റബ്ബി അൻ യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതിക്. നിന്റെ ഈ ബിസിനസിനേക്കാളും നിന്റെ ഈ തോട്ടങ്ങളെക്കാളും ഒക്കെ എത്രയോ എനിക്ക് തരാൻ അല്ലാഹു കഴിവുള്ളവനാണ്. ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا. നിന്റെ ഈ തോട്ടത്തിൽ അതിന് നാശം വരുത്താൻ അല്ലാഹുവിനൊരു കാറ്റടിച്ച് വീശിയാൽ മതി. ഒരു തീക്കാറ്റ്, ഏതെങ്കിലും ഒരു പ്രകൃതിക്ഷോഭം, അതിലൂടെയെല്ലാം അല്ലാഹുവിനെ നശിപ്പിക്കാൻ കഴിയില്ലയോ. നിന്റെ കിണറ്റിലെ വെള്ളം, നിന്റെ അരുവിയിലെ വെള്ളം അത് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയാൻ അല്ലാഹുവിന് കഴിയും. ഫലൻ തസ്തതിഅ ലഹു തലബാ. You will never be able to get them back. പിന്നെ നീ തേടിപ്പോയിട്ട് കാര്യമില്ല, കിട്ടൂല. അല്ലാഹു ഇത് കൊണ്ടുപോയാൽ നീ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടിയിരുന്നത് എന്ന് തന്റെ പാവമായ കൂട്ടുകാരൻ മറുപടി കൊടുത്തത് ശ്രദ്ധിക്കാതെ അഹങ്കരിച്ചതിന് പകരം അല്ലാഹു ഒരു നിഅമത്തിനെ എടുത്തു കളഞ്ഞു എന്ന് പറയുന്ന ഭാഗമാണ് സൂറത്തുൽ കഹ്ഫിലെ ചിന്തിക്കേണ്ട ചരിത്രങ്ങളിൽ 4 അല്ലാഹു പറഞ്ഞതിൽ 2ാമത്തെ ചരിത്രം ഇതാണ്. നമ്മളൊരു പക്ഷേ മനസ്സമാധാനം എന്ന നിഅമത്ത് ഇത് എത്ര വലുതാണെന്ന് ചിന്തിച്ചു കാണില്ല. വത്വീബുൻ നഫ്സി മിനൻ നഈം. മനസ്സമാധാനം എന്നത് നാളെ അല്ലാഹു ചോദിക്കുന്ന അത്യുൽകർഷമായ, വളരെ മനോഹരമായ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട അനുഗ്രഹമാണ് ത്വീബുൻ നഫ്സ്. സമാധാനം തോന്നുക എന്നത് വലിയൊരു നിഅമത്താണ്. തുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു നിങ്ങളോട് നിങ്ങൾ അനുഭവിച്ച സുഖങ്ങളെക്കുറിച്ച് ചോദിക്കും. ആ സുഖങ്ങളിൽ വലുത് വീടില്ലാത്തവനും മനസ്സമാധാനം ഉണ്ടാകാം. ആരോഗ്യമുള്ള ആളാണ്, ആരോഗ്യമില്ലാത്തവനാണ്, പക്ഷെ മനസ്സിന് റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല. മനസ്സമാധാനം ഒരു രാജ്യത്തിൻ്റെത്, ഒരു ജനവിഭാഗത്തിൻ്റെത്, ഒരു പ്രദേശത്തിൻ്റെത് ഒക്കെ വലിയ നിഅമത്താണ്. നമ്മൾ എന്തേതിന് അല്ലാഹുവിനോട് നന്ദി കാണിക്കാൻ മറന്നുപോവുകയോ ഉപേക്ഷ വരുത്തുകയോ ചെയ്തു പോയിട്ടുണ്ടോ എന്ന് ഈ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുകയാണ്. മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ. ഇരുളിനെ വെളിച്ചം കൊണ്ടുവരാനും വെളിച്ചത്തെ എടുത്തുമാറ്റി ഇരുട്ട് കൊണ്ടുവരാനും കഴിവുള്ളവനാണ് അല്ലാഹു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അല്ലാഹുവേ, ഇരുട്ടിന് ശേഷം പ്രഭാതം കൊണ്ടുവരുന്ന അല്ലാഹുവേ, അതാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന ആയത്തിന്റെ അർത്ഥം. അല്ലാഹുവേ, നീയാണ് പ്രഭാതം കൊണ്ടുവരുന്നത്. ഇരുള് സങ്കടമാണ്, ഇരുള് വിഷമമാണ്, ഇരുട്ട് ബുദ്ധിമുട്ടാണ്. ഇരുട്ടിനെ നീക്കിയിട്ട് വെളിച്ചം ഭൂമിയിലേക്ക് തരുന്നവനെ അല്ലാഹുവേ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. ഇവിടെയുള്ളത് മുഴുവനും നീയല്ലാത്ത മാസിവൽ ബാരി, സൃഷ്ടാവായ അല്ലാഹുവിന്റെ ബാക്കിയെല്ലാം അവന്റെ സൃഷ്ടികളാണ്. ഇതിൻ്റെയൊക്കെ എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടോ ആ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ഇരുട്ടാകുമ്പോൾ, ഇരുൾ മുറ്റി വരുമ്പോൾ, രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യേകമായ അപകടങ്ങൾ. വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ്. മനുഷ്യനെ
പിശാച്ച് വേല ചെയ്തുകൊണ്ട് സിഹർ ചെയ്ത് ഉപദ്രവിക്കുന്നവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ പൂണ്ടുന്ന മനസ്സിൻ്റെ ആളുകളുടെ അസൂയയിൽ നിന്ന് എല്ലാം ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്ന സൂറയാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളും നമ്മളുമൊക്കെ ധാരാളം മുഅവ്വിദതൈൻ, അതൊരു കാവലാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിന്നാസ് മാ തഅവ്വദ ബിഹിന്ന മുതഅവ്വിദുൻ. അതുകൊണ്ട് ആരെങ്കിലും അല്ലാഹുവിനോട് കാവൽ ചോദിച്ചാൽ അല്ലാഹു അവർക്ക് കാവൽ നൽകിയിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, അലാ അദുല്ലുക അലാ കലിമത്തിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയെ, സ്വർഗത്തിന്റെ നിധിയോ? ദുന്യാവിലെ നിധിക്ക് തന്നെ ആളുകൾ എന്താണ് ഓട്ടം, കിട്ടുകയാണെങ്കിൽ എത്ര ആളുകളാ പറ്റിക്കപ്പെടുന്നത് നിധി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്, എത്ര സംഭവങ്ങളുണ്ടെന്നറിയോ? പുരയിൽ നിധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ സ്വർണം പുരട്ടിയത് കൊണ്ടേ കുഴിച്ചിട്ട് കൊടുക്കും, അവരെന്ന് വന്നിട്ട് എടുത്തു കൊടുക്കും. ഇതിൻ്റെ താഴെ ഇതിലും വലുതുണ്ട് കേട്ടോ, കിട്ടണമെങ്കിൽ 10 ലക്ഷം എടുത്തു വച്ചേക്കണം, എന്നാലേ ടാക്സ് കൊടുക്കണ്ടേ, അത് കൊടുക്കണ്ടേ. ദുന്യാവിലെ ഭൂമിയിലെ നിധിക്ക് എത്രയാ ഡിമാൻഡ്? അപ്പൊ കുനൂസുൽ ജന്ന, സ്വർഗത്തിന്റെ നിധി എത്രയായിരിക്കും? ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയെ. ഖാല, സ്വർഗത്തിന്റെ നിധിയാണ് സ്വർഗത്തിലേക്ക് എത്താനും അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കാനും നമ്മൾ പറയേണ്ട ഒരു ദിക്റാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത്രയേ ഉള്ളൂ. ലാ ഹൗല വലാ ഖുവത, പടച്ചതമ്പുരാനെ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മയിലേക്ക് വരാനും എല്ലാ അനുഗ്രഹങ്ങളുണ്ടാകാനും തിന്മകൾ ഉച്ചാടനം ചെയ്യപ്പെടാനും ഇല്ലാ ബില്ലാഹ്, സർവേശ്വരനായ അല്ലാഹുവേ നീ നൽകുന്ന കഴിവല്ലാതെ മറ്റൊന്നുമില്ല റബ്ബേ. ഞങ്ങൾ ഒരു കഴിവുമില്ലാത്ത പാവങ്ങളാണെന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിച്ച് സമ്മതിക്കുന്ന ആശയമാണത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇദാ ഖാലഹൽ അബ്ദു, ഒരു അടിമയെങ്ങാനും അത് ചൊല്ലുകയാണെങ്കിൽ ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു പറയും അസ്ലമ അബ്ദി വസ്തസ്ലം, എൻ്റെ അടിമ ശരിയായ മുസ്ലിമായിരിക്കുന്നു, അവൻ എനിക്ക് വണങ്ങിയിരിക്കുന്നു എന്ന് അല്ലാഹു മറുപടി പറയുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏത് തിന്മയെയും തടയാൻ അല്ലാഹുവിന് കഴിയും. അതാരെങ്കിലും തടഞ്ഞു വെച്ചാൽ പടച്ചതമ്പുരാനല്ലാതെ അതെടുത്തു മാറ്റാൻ കഴിയില്ല, തിരിച്ചു കൊണ്ടുവരാനും കഴിയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ നീ തരുന്ന കഴിവല്ലാതെ ലോകത്ത് ഒരാൾക്കും, ഒരു മനുഷ്യനും, ഒരു സംഘടനക്കും, ഒരു ആൾക്കൂട്ടത്തിനും, ഒരു ഭരണകൂടത്തിനും, ഒന്നിനുമേ നീ നൽകുന്ന കഴിവല്ലാതെ മറ്റൊന്നുമില്ല. അത് നീ പിടിച്ചു വെച്ചാൽ അതാർക്കും തിരിച്ചെടുക്കാനും കഴിയില്ല. നീ സംരക്ഷണം കൊടുക്കണമെന്ന് തീരുമാനിച്ചവരെ ആരെന്ത് വിചാരിച്ചാലും ആ സംരക്ഷണം എടുത്തു മാറ്റാനും ആരെക്കൊണ്ടും കഴിയില്ലല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതങ്ങ് ഉള്ളിലേക്ക് കടന്നാൽ എന്തിനാ ഈ പേടി, എന്തിനാണ് ഈ ഭയം, എന്തിനാണ് എന്തെന്നില്ലാത്ത ബേജാറ്? ജനങ്ങളൊക്കെ എന്തോ ഒരു പടച്ചോനെ ദുന്യാവിന്ന് പോകേണ്ടി വരുമെന്ന് അല്ലാഹു തആല ഇത്രമേൽ പറഞ്ഞിട്ട് അനങ്ങാത്തവരൊക്കെ എത്ര പെട്ടെന്നാണ് നിസ്കാരമൊക്കെ തുടങ്ങിയത്, എത്ര പെട്ടെന്നാണ് സ്വലാത്തുകളും ദിക്റൊക്കെ ചോദിച്ച് വാങ്ങിച്ച് പഠിക്കാൻ തുടങ്ങിയത്. എന്തേ നമുക്ക് പേടിയായോ? ഇന്നാ ലില്ലാഹ്, we all belong to Allah wa inna ilayhi raji'un and unto him is the final return. നമ്മൾ അല്ലാഹുവിനുള്ളവരാണ്, അവനിലേക്കാണ് ഇനി ഏത് ആളും, ഏത് മതവിഭാഗമാവട്ടെ, മതമില്ലാത്തവനാകട്ടെ, he has to return to Allah. എന്നല്ലാതെ ഇവിടെ കാലകാലം നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ആർക്കും തിരിച്ചു പോകണം. അതിൻ്റെ ഇടയ്ക്ക് ചില ഒച്ചപ്പാടുകളും ബഹളങ്ങളൊക്കെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞതാണ്. അങ്ങനെ ചില ഒച്ചപ്പാടുകൾ നമ്മൾ കേൾക്കാതെ പോരെയായിരുന്നു. അപ്പോൾ നമുക്ക് ചില ഒച്ചപ്പാടുകൾ കേട്ടു തുടങ്ങിയപ്പോൾ അസ്വസ്ഥതകളായി എന്ന് മാത്രം. ഇതൊക്കെ ഉണരാനുള്ള ഉണർത്തലുകളാണ്. അള്ളാഹു നമ്മെ ഉണർത്തി തരട്ടെ. ആമീൻ. ഈമാൻ വേണം, അള്ളാഹുവിൽ ഈമാൻ വേണം. ഒരു മഖ്ലൂക്കിനും അള്ളാഹുവിൻ്റെ ഖദറില്ലാതെ, ഖളാ ഇല്ലാതെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഈമാൻ കാര്യം പൂർത്തിയാവുക, അല്ലേ?
നമ്മൾ എന്തിനായി പേടിക്കുന്നത്? എൻ്റെ റബ്ബ് തീരുമാനിക്കാതെ ഒന്നുമേ ഒരാൾക്കുമേ ഇവിടെ ചെയ്യാൻ കഴിയില്ല. എൻ്റെ അല്ലാഹു തീരുമാനിച്ചോ അത് ആരെക്കൊണ്ട് ഇവിടെ തടുക്കാൻ കഴിയില്ല.